ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് വിചാരിച്ച് രാവിലെ എന്തോ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ചെന്ന് അരിയും ചോറും ഈസ്റ്റും അരിയാട്ടാനുള്ള വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഞാൻ എല്ലാവരും രാവിലെ അരി ഇട്ടിട്ട് വൈകിട്ട് അപ്പത്തിനാട്ടി വെക്കുന്ന പോലെ ചെയ്യാറില്ല. ഞാൻ രാത്രിയിൽ ചോറും അരിയും ഈസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ആട്ടുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് അപ്പം ചുടുമ്പോൾ നല്ല സോഫ്റ്റ് അപ്പമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മുട്ടക്കറി വയ്ക്കാൻ വേണ്ടി സവാളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കൂടെ ഞാൻ കുക്കറിലിട്ട് ആവശ്യത്തിന് വേണ്ട പൊടി ഐറ്റംസും ഉപ്പും ചേർത്ത് ഒരു ശകലം വെള്ളവും ഒഴിച്ച് കുക്കറിൽ 3 വിസിലടിച്ചപ്പോഴത്തേക്ക് മുട്ടക്കറി റെഡിയായി. അങ്ങനെ അപ്പവും മുട്ടക്കറിയും കഴിച്ചു. ഇന്നലെ വൈകിട്ട് പോയി സ്രാവും ചെങ്കലവായും കൊണ്ടുവന്നിരുന്നു. ചെങ്കലവായ ഇന്നലെ രാത്രി തന്നെ കറി വെച്ചു. സ്രാവ് ഒരുപാട് നാളായി തേങ്ങ വറുത്തരച്ച് കറി വെച്ചിട്ട് അങ്ങനെ വയ്ക്കാമെന്ന് തോന്നി. സ്രാവ് കറി ഞാൻ കഴിക്കാറില്ല. അങ്ങനെ ഉപ്പും പുളിയും നോക്കാത്ത കറിയാണ്. തേങ്ങ വറുത്തരച്ച് ഞാൻ കറി വെച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കറിയെന്ന്, സൂപ്പർ കറിയായിരുന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സംതൃപ്തിയാണ്. കാരണം ഉപ്പും പുളിയും നോക്കാത്തതാണ്. അങ്ങനെ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ പുളിശ്ശേരിയും ഉണ്ടാക്കി. 2 കരിമീൻ ഇരുന്ന് അതും വറുത്ത് അതും കൂട്ടി ഞാൻ കഴിച്ചു. ബാക്കി സ്രാവ് കറിയും കൂട്ടി അവർ കഴിച്ചു. നല്ല കറിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.